അറിഞ്ഞടി ഞാനല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ തന്നെ കണ്ണൻ അമ്മ എന്നെ വിളിച്ച് വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തിന്റെ കേടാടി നിനക്ക്? ജീവിച്ചു പോയിക്കോട്ടെ കരുതിയാ കമലേശ്വരത്തെ ഈ നിഷ്കളങ്കനായ പയ്യനെ നിനക്ക് കണ്ടെത്തി തന്നത്. കുടുംബത്തിൽ പറക്കാത്ത പെൺകുട്ടികളുടെ സ്വഭാവം എന്തെങ്കിലും ഇവിടെ പുറത്തെടുത്തോ? കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഇവക്ക് ഉണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ആരെയും വഞ്ചിച്ചിട്ടില്ല. ഇടാ എന്താ ഉണ്ടായെന്ന്? അമ്മ അവള് രാത്രി ഇതൊക്കെ എന്തിന്റെ കേടാടി? എന്റെ മോൾക്ക് കൂടി പേരുദോഷം കേൾപ്പിക്കുന്ന പ്രവൃത്തിയിലടി നീ ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇന്നലെ രാത്രി ഞങ്ങളുടെ മുറിയിൽ കയറിയവനെ കാണുന്നത് തന്നെ. കണ്ണേട്ടന്റെ മട്ടും ഭാവം കണ്ടോ? എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാ ആ പാവ ഇരിക്കുന്നത്. മോനെ കണ്ണ, അവള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുക. ഒരിക്കലും അവളെ കാണുന്ന കണ്ണോടെ എന്റെ മോളെ കാണരുത്. മോന്റെ മുഖം തന്നെ വിളിച്ചു പറയുന്നുണ്ട് മോന്റെ ഉള്ളിൽ എന്താണെന്ന്. ഇനിയിപ്പോ കൂടുതൽ സംസാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. തിരികെ പോകുമ്പോ അവളെ ഇവിടെ നിർത്തിയിട്ട് വയ്ക്കോ. മോന്റെ വീട്ടിന് ചേരാത്ത മരുമകളെ ഇനി കൂടെ കൂട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് തന്നെയാണ് നല്ല തീരുമാനം. അതെ, എന്റെ മോക്ക് പേരുദോഷം ഉണ്ടാക്കിയവളെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അവൾ ഇവിടെ നിന്ന് കാലം കഴിക്കട്ടെ. എല്ലാവരും കരുതുന്ന പോലെ എന്റെ അമ്മ ഉൾപ്പെടെ ഈ ബന്ധത്തിനെതിരായിരുന്നു. അവിടെയൊക്കെ ഈ കല്യാണം മതി എനിക്കെന്ന് തറപ്പിച്ച് പറഞ്ഞത് ഞാനാ. അവിടെ എന്റെ അമ്മ പോലും തോറ്റുപോയത്. മോന്റെ ഇരുത്തം കണ്ടില്ലടി, എല്ലാം നഷ്ടപ്പെട്ട പോലെ മോൻ ഇരിക്കുന്നേ. ഏതായാലും വിവാഹം കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ ഇയാളവിടെ നിർത്തിയിട്ട് പോകുന്നത് ശരിയല്ല. ഉച്ചയൂണ് ഒരുക്കി കാണുമല്ലോ, അത് കഴിച്ചിട്ട് മഹാലക്ഷ്മി കൂട്ടി തന്നെ ഞങ്ങൾ പോകും. ഏട്ടനിത് എന്തായിട്ടാ പറ്റിയത്? ഇവിടെ പോലൊരു സ്വഭാവ ദോഷമുള്ളൊരു പെണ്ണിനെ ഈ തറവാട്ടിൽ താമസിപ്പിക്കുന്നത് നമുക്ക് കൂടെ പേരുദോഷം ഉണ്ടാക്കും. എനിക്ക് ഉറപ്പുണ്ട്, ഇനി മഹിയെ പോലൊരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി കിട്ടില്ലെന്ന്. സ്വന്തം കിടപ്പറയിലേക്ക് അന്യപുരുഷനെ ക്ഷണിച്ചു വരുത്തുന്നവള് എങ്ങനെയാടാ നല്ലൊരു ഭാര്യയാവുന്നത്? ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാടി ഇന്നലെ രാത്രി നിന്റെ മുറിക്കകത്ത് ഒരുത്തം കയറിയത്? നിർത്ത്, അതിന് വ്യക്തമായ മറുപടി എന്റെ പക്കലുണ്ട്.